ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്ത മിശിഹ മരണത്തിൻ്റെ ചങ്ങലകളെ നമുക്കായി തകർത്തു നൽകി. ഈ വലിയ വിശ്വാസത്തെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശു വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നീതിമാൻ ദൈവം കാൽവരി ക്രൂശിൽ ബലിദാനമായതിൻ രഹസ്യമെന്തേ? മൃതിയെ തകർത്ത് മൂന്നാം ദിനത്തിൽ ഉയിർത്തെഴുന്നേറ്റതിൻ രഹസ്യമെന്തേ? അറിയില്ല നാഥ, ഒന്നെനിക്കറിയാം. സ്നേഹം സ്നേഹം സ്നേഹമെന്ന് അറിയില്ല നാഥ, ഒന്നെനിക്കറിയാം. സ്നേഹം സ്നേഹം സ്നേഹമെന്ന് അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കേണമേ. അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. എല്ലാം എനിക്കെൻ്റെ ഈശോ, എൻ്റെ ജീവൻ്റെ ജീവനാമീശോ. എല്ലാം എനിക്കെൻ്റെ ഈശോ, എൻ്റെ ജീവൻ്റെ ജീവനാമീശോ. അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കേണമേ. അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. റോമാലേഖനം 6-ാം അധ്യായം 9-ാം വാക്യം. മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്ത മിശിഹ ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം. മരണത്തിന് അവൻ്റെ മേൽ ഇനി അധികാരമില്ല. ഡെത്ത് നോ ലോങ്ങർ ഹാസ് ഡൊമീനിയൻ ഓവർ ഹിം. ഈശോയുടെ തിരുവുത്ഥാനം ഭൂതകാലത്തിലെ ഒരു കേവല സംഭവമായി ചുരുങ്ങാൻ പാടില്ല. അത് വിജയമാണ്. നമ്മുടെ ഇന്നത്തെ അവസ്ഥകളെയും നമ്മുടെ ഭാവിയെയും രൂപപ്പെടുത്തുന്ന കർത്താവിൻ്റെ വിജയം. ആ മുറിവുകളിലാണ് നമ്മൾ ആശ്രയം വയ്ക്കുന്നത്, മറഞ്ഞിരിക്കുന്നത്. പാടി പ്രാർത്ഥിച്ചതുപോലെ മരണത്തെ തകർത്ത് ഉദ്ധാനം ചെയ്ത മിശിഹാ തമ്പുരാനെ, അങ്ങേ തിരുമുറിവിൽ എന്നെ മറയ്ക്കണമേ. മരണം, ഭയം, പാപം, നിരാശ, അവയുടെ അധികാരം തകർക്കപ്പെട്ടു. ആത്യന്തികമെന്ന് കരുതിയിരുന്നവ ഇപ്പോൾ പരാജയമടഞ്ഞു. ഈ വാക്യം നമ്മെ ക്ഷണിക്കുന്നത് പീഠാനുഭവ വെള്ളിയിൽ കെട്ടുപിണഞ്ഞു കിടക്കാതെ തിരുവുത്ഥാനത്തിലേക്ക് നോട്ടമുയർത്താനാണ്. There are people still trapped in Passion Friday. We are called to live as Easter people. തിരുവുത്ഥാനത്തിൻ്റെ ജനമായി സ്വാതന്ത്ര്യത്തിൽ, പ്രത്യാശയിൽ, ഭയമേതുമില്ലാതെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാമെന്ന് തിരിച്ചറിയാം. മരണത്തിന് കർത്താവിൻ്റെ മേൽ ഇനി അധികാരമില്ലെങ്കിൽ മരണത്തോട് സാമ്യമുള്ള എല്ലാത്തിൽ നിന്നും അവൻ നമ്മളെയും വിടുവിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയാം. നിരാശ, കുറ്റബോധം, മുറിവുകൾ, അവയ്ക്കൊന്നും ഇനി നമ്മുടെ മേൽ അധികാരമില്ല. കാരണം അവനോട് ചേർന്നിരിക്കുന്നവർ അവൻ്റെ ഉദ്ധാന വിജയത്തിൽ പങ്കുപറ്റുന്നുണ്ട്. ഇന്ന് ഈ ദിവസം ഭയത്താലല്ല നമ്മൾ നടക്കേണ്ടത്, ഉദ്ധാനത്താൽ, വിജയത്തിൻ്റെ അനുഭവത്തിൽ ഈ ദിവസം ജീവിക്കാൻ നമുക്കൊരുങ്ങും. ഇന്ന് ഈ പ്രാർത്ഥിക്കുന്ന നേരത്തും ഇത് ചിന്തിക്കുന്ന നേരത്തും എന്തൊക്കെയോ ഭയങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ടെങ്കിൽ, നിരാശയുടെ വക്കിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ,
കർത്താവെ, തിരുവുദ്ധാനത്തിൻ്റെ പ്രകാശം എൻ്റെ ജീവിതത്തിലേക്ക് സമ്മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ക്ലെമന്റ് ഓഫ് അലക്സാൻഡ്രിയ പറയുന്ന കാര്യം, ക്രൈസ്റ്റ് ഹാസ് ടേൺഡ് ഓൾ അവർ സൺസെറ്റ്സ് ഇൻടു ഡോൺ. എല്ലാ സൂര്യാസ്തമയങ്ങളെയും കർത്താവ് നമുക്കായി പ്രഭാതമാക്കി മാറ്റുന്നു. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സൂര്യാസ്തമയത്തിൻ്റെ അനുഭവത്തെയും, പ്രകാശം മാഞ്ഞു പോകുന്ന, ഇരുട്ട് പടരുന്ന എല്ലാ അനുഭവങ്ങളെയും കർത്താവുദാ ഈ പ്രഭാതം പോലെ വെളിച്ചമുള്ളതാക്കി തീർക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, നീ മരണത്തെ പരാജയപ്പെടുത്തി മരണത്തിൻ്റെ ചങ്ങലകളെ നീ തകർത്തു. കർത്താവേ, നിന്റെ വിജയം എനിക്കിന്ന് ശക്തിയായി ബലമായി ഞാൻ അനുഭവിക്കട്ടെ. തോറ്റുപോയി എന്ന് തോന്നുന്ന നേരത്ത് തിരുവുദ്ധാനത്തിൻ്റെ ചൈതന്യം എന്നിൽ നിറയട്ടെ. ഭയപ്പെട്ടു നിൽക്കുന്ന നേരത്ത് നിന്റെ പ്രത്യാശ എന്നിൽ നിറയ്ക്കണമേ. കർത്താവേ, മരണത്തിന്, രോഗത്തിന്, നിരാശയ്ക്ക്, കുറ്റബോധത്തിന്, മുറിവുകൾക്ക് എൻ്റെ മേൽ അധികാരമില്ല എന്ന തിരിച്ചറിവിൽ ഈ ദിവസം ഞാൻ ജീവിക്കട്ടെ. നീ സത്യമായും ജീവിക്കുന്നുവെന്നും നീ എന്നോടൊപ്പം ഉണ്ടെന്നുമുള്ള തിരിച്ചറിവ് എന്നെ ബലപ്പെടുത്തട്ടെ. ഈ ദിവസത്തിൻ്റെ എല്ലാ പ്രയത്നങ്ങളെയും കർത്താവിന് വിട്ടുകൊടുത്ത് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.